വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞ് അനുഭവിക്കുന്ന ഒരുപാടുണ്ടാവുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ കരയുന്നത് ഇതൊക്കെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും എന്നതിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോ ഒരു കുട്ടി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും പ്രഗ്നൻസി ആകാത്തത് കൊണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരാൾ 100% ഇനി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ടെൻഷൻ ആവില്ല എന്ന് വിചാരിച്ചിട്ട് എഫക്റ്റീവായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ കുട്ടി പറഞ്ഞ മെസ്സേജ് അനുസരിച്ചിട്ട് പ്രത്യക്ഷത്തിൽ ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു സിറ്റുവേഷൻ ഉണ്ടായത്. അതായത് ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ട്യൂബ് ടെസ്റ്റ് ഒക്കെ നോർമൽ ആയിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആയില്ല. ഈ കുറച്ച് കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് ശ്രദ്ധിച്ചപ്പോഴേക്കും പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിച്ചു കേട്ടോ. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സ്, വിഷമം, കരച്ചില് എന്നീ കാര്യങ്ങളിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു തെറ്റ് കൊണ്ട് ഒരുപാട് മാസങ്ങൾ നിങ്ങളുടെ നഷ്ടമാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ ഓവർകം ചെയ്യാമെന്നും സ്ട്രെസ് എങ്ങനെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾക്കുള്ള സംശയം, സ്ട്രെസ് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുവോ, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന വിഷമം, കരച്ചില് ഇവ പ്രഗ്നന്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുവോ എന്ന് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നോക്കാം കേട്ടോ. നമ്മുടെ ഹെൽത്തും ഫെർട്ടിലിറ്റിയും തമ്മിൽ ഒരേപോലെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി മാത്രമല്ല നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കൂടി അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഹൈപ്പോതലാമസിന്റെയും പ്രവർത്തനത്തിനെയും സാരമായിട്ട് അഫക്ട് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ ഒരുപാട് നടത്തിയതിൽ തെളിയിച്ചിട്ടുള്ളത്. തലച്ചോറിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസും അതുപോലെ ഹോർമോൺസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓവുലേഷൻ നന്നായിട്ട് നടക്കാനായിട്ട് ഓവറീസിനെ ട്രിഗർ ചെയ്യുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് ഹൈപ്പോതലാമസ് നന്നായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നത് വഴി ഫെർട്ടിലിറ്റി അത് സാരമായിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓവുലേഷൻ നടക്കുന്നതിനെയും അപ്പോൾ ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അത് മാത്രമല്ല, സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലും കോർട്ടിസോളും ഒക്കെ റിലീസ് ആകുന്നുണ്ട്. ഇത് GnRH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഗൊണാഡോട്രോഫിൻ റിലീസ് ഹോർമോൺ ആണ്. ഇതിന്റെ റിലീസിനെ അത് പ്രിവെന്റ് ചെയ്യുന്നു. ഇത് സെക്സ് ഹോർമോണിന്റെയും പ്രവർത്തനത്തിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. GnRHും അതുപോലെയുള്ള ഹോർമോൺസ് ഒക്കെ കൃത്യമായിട്ട് റിലീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എഗ്ഗിന് അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിന് ഗ്രോ ആകാനായിട്ടും സാധിക്കുകയുള്ളൂ. അതിന്റെ പ്രവർത്തനത്തിനെയാണ് ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് അഡ്രിനാൽ ഹോർമോൺ റിലീസ് ആകുമ്പോഴും കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ആകുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ല നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് 10% നിങ്ങളുടെ ഫെർട്ടിലിറ്റി അത് അഫക്ട് ചെയ്യും കേട്ടോ. ക്രോണിക് ആയിട്ടുള്ള ഒരു സ്ട്രെസ് കണ്ടീഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അതായത് ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടാകും, ഓരോ ദിവസവും സ്ട്രെസ്സിൽ കൂടി തള്ളി നീക്കുന്നവരുണ്ടാകും. ഇത് ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ GnRH ഹോർമോണിന്റെ റിലീസിനെ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിലെ FSH ഹോർമോൺ, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയും ല്യൂട്ടനൈസിംഗ് ഹോർമോണിന്റെയും റിലീസിനെയും അഫക്ട് ചെയ്യുന്നു. കാരണം ഇത് രണ്ടും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് പുറത്തുവിടുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിന് ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ റിലീസിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ സംഭവിക്കും കേട്ടോ. പുരുഷന്മാരിലും അതെ, ഈ സ്ട്രെസ് കൂടുന്നത് അവരുടെ ഫെർട്ടിലിറ്റിയും അഫക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മെന്റൽ സ്ട്രെസ്സിനെ അത് അഫക്ട് ചെയ്യുന്നത് വഴി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നതിനും അതുപോലെ സെക്സിന് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടും അതുപോലെ സ്പേമിന്റെ ക്വാളിറ്റി കുറയുന്നതുമായിട്ടും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഓവുലേഷൻ ആവണ്ട, പീരിയഡ്സിന്റെ ആ ഒരു സമയം മുതൽക്ക് തന്നെ സ്ട്രെസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചും വിഷമിച്ചും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴേക്കും, ഇപ്പൊ നിങ്ങൾ പീരിയഡ്സിന്റെ സമയത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിംറ്റംസ് ഉണ്ടായിട്ടോ അതെല്ലാം മോണിറ്റർ ചെയ്ത് ബോഡി നന്നായിട്ട് കെയർ ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു ഡ്രോപ്പ് ബ്ലഡ് വരുമ്പോഴേക്കും നമ്മൾ 100% അങ്ങോട്ട് തകർന്നു പോകും. ഈ സമയം മുതൽക്കെയാണ് നമ്മുടെ അടുത്തൊരു സൈക്കിളിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തുടങ്ങുന്നത്. നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഈ സമയം മുതലല്ല ശരീരം പ്രവർത്തിക്കുന്നത്. ആ ബ്ലഡ് വരുന്ന മൊമെന്റ് മുതൽ തന്നെ അടുത്തൊരു ഓവുലേഷന് വേണ്ടിയിട്ട് ശരീരം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഏതൊക്കെ ഫോളിക്കിൾസ് ആണ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നൊരു 3 months മുതൽ തന്നെ നമ്മുടെ ബോഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഗ് എല്ലാം തന്നെ വളർന്നു തുടങ്ങുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ 2nd ഡേ ഒക്കെ മുതലാണ്, 1st ഡേ ഒക്കെ മുതലാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ ഫോളിക്കുലർ സ്റ്റഡി നടത്താൻ വേണ്ടി
വേണ്ടിയിട്ട് നിങ്ങളോട് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെല്ലാനായിട്ട് പറയുന്നത്. ഈ സമയത്ത് സ്കാൻ ചെയ്തിട്ട് അണ്ടം വളരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടേഴ്സിന് ഫോളിക്കിൾ വളരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനോ അതുപോലെ മെഡിസിനോ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഈ പീരീഡ്സിന്റെ ബ്ലഡ് കണ്ടിട്ട് നമ്മൾ ഈ സമയത്ത് വിഷമിക്കുന്നു, ടെൻഷൻ ആകുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊന്നും തന്നെ കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഫോളിക്കിൾ വളരാൻ വേണ്ടിയിട്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഒക്കെ പ്രവർത്തനത്തിന് നന്നായിട്ട് തന്നെ അഫക്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ആ ഒരു പീരീഡ്സിന്റെ സമയത്ത് ചെയ്യാതിരിക്കുക. നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിച്ചു തുടങ്ങുന്നത് പീരീഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന സമയം മുതലാണ്. അതുകൊണ്ട് പലർക്കും ഒരു സംശയമുണ്ട്, ഈ സമയം മുതൽ കുടിച്ചാൽ മതി എഗ്ഗ് വളരും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ നമ്മൾ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പീരീഡ്സിന്റെ സമയത്ത് ഇഞ്ചി വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് അത് ബോഡിയുടെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കും, ബോഡിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ അത് സാധിക്കും, നമ്മുടെ യൂട്രസ് ക്ലിയർ ചെയ്യുന്നതിന് സാധിക്കും. ആ ഒരു പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദെൻ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് നമ്മൾ എത്തുമ്പോഴേക്കും, ക്ലോസ് വാട്ടറിലോട്ട് നമ്മൾ എത്തുമ്പോഴേക്കും അതും നമ്മുടെ ആ ഒരു എഗ്ഗിന്റെ ക്വാളിറ്റി വളർത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം അങ്ങോട്ട് സഹായിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് ആണെങ്കിലും വെറും 5 ദിവസമാണ് ആ മെഡിസിൻസ് തരുന്നതെങ്കിലും ആ 5 ദിവസത്തെ എഫക്റ്റ് കൊണ്ടാണ് ആ അണ്ടം കൃത്യമായിട്ട് വളരുന്നതും ലാസ്റ്റ് ഒരു ട്രിഗർ ഷോട്ടും കൂടി നിങ്ങൾക്ക് തരുമ്പോഴാണ് അണ്ടം പ്രോപ്പറായിട്ട് റപ്ചർ ആവുന്നത്. ഇതിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കണമെങ്കിൽ ആ ഒരു ബ്ലീഡിങ്ങിന്റെ സമയം മുതൽക്ക് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകണം. അപ്പോൾ സ്ട്രെസ് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് മനസ്സിലായാലോ. GnRH ഹോർമോണിന്റെയും FSH ഹോർമോണിന്റെയും LH ഹോർമോണിന്റെയും റിലീസ് ശരീരത്തിൽ നടക്കില്ല. നിങ്ങളിപ്പോൾ ലെട്രസോളിന്റെ മെഡിസിൻ എടുത്തിട്ട് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു ശരീരം ആ ഒരു എഗ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ആ ശരീരത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശരീരം ഒരുപാട് എഫേർട്ട് എടുക്കും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തിന് ശരീരം മുൻതൂക്കം കൊടുക്കുകയും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സെക്കൻഡറി ആയി പോവുകയും ചെയ്യും കേട്ടോ. ആ കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സ്ട്രെസ്സിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും ആദ്യത്തേതാണ് ഫിസിക്കൽ സ്ട്രെസ്, അതായത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും എഫേർട്ട് കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മളിൽ ഉണ്ടാകുന്ന മെന്റൽ സ്ട്രെസ്. ഇതും നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. മെന്റൽ സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നമ്മൾ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആകുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഫിസിക്കൽ സ്ട്രെസ് നമുക്ക് വരുന്നത് നമ്മൾ ഓവറായിട്ട് ടയേർഡ് ആകുന്ന രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സോസ്റ്റ് ആവുന്ന രീതിക്ക് ഒരുപാട് ജോലികൾ ചെയ്യുക. ഇത് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ഫിസിക്കൽ സ്ട്രെസ് ആണ്. ഒരുപാട് ആളുകൾ ജിമ്മിൽ പോയി വർക്കൗട്ടുകൾ ചെയ്യുന്നവരുണ്ട്. ഒരു ഇൻസ്ട്രക്ടറുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഓവറായിട്ട് എക്സോസ്റ്റ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രക്ടർ നമുക്ക് കൃത്യമായിട്ടുള്ള ടൈം തന്നിട്ടുണ്ടാകും, ഈ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു ട്രെയിനർ നമുക്ക് ഇല്ലാതെ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ അതൊന്നും അല്ലാതെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ലോസ് വരുന്ന രീതിക്ക് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത് ഒരിക്കലും ശരീരത്തിന് നല്ലതല്ല കേട്ടോ. ഓവർ വർക്കൗട്ട്സും ഓവർ എക്സസൈസും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് ടയേർഡ് ആകുന്നു. ഇത് ബോഡിയെയും കൂടി സ്ട്രെസ്ഡ് ആക്കുന്നതിന് കാരണമാകുന്നു. ബോഡിയിൽ ഈ ഒരു സമയത്ത് ഒരു ഡിഫൻസ് മോഡാണ് ഓണായി വരുന്നത്. ഇത് ബോഡിയെ ബാക്ക് ടു നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സെക്കൻഡറി ആയി പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻസ്ട്രേഷനെയും ഫെർട്ടിലിറ്റിയും അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം ഒരു ടൈം പീരീഡ്, ഒരു 30 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ ഹാർഡ്ലി എക്സസൈസ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് ഗ്യാപ്പ് ഇടുക. ഒരു ദിവസമാണെങ്കിലും ഒരു 3 തവണയായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ 3 തവണയും തമ്മിൽ കുറച്ചധികം ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അറ്റേ സ്ട്രെച്ചിൽ ചെയ്തേ പറ്റൂ, 10 കിലോ എനിക്ക് കുറച്ചേ പറ്റൂ, അങ്ങനെയൊന്നും നിങ്ങൾ വാശി പിടിക്കരുത്. ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഹസ്ബൻഡ് വരാറായിട്ടുണ്ടാകും, പക്ഷെ വെയിറ്റ് കൂടുതലാണെന്ന് ഡോക്ടർ പറയുന്നത് ആ സമയത്തായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടും. അതൊരിക്കലും നിങ്ങളുടെ മെൻസ്ട്രേഷനോ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയോ ഒന്നും ഗുണകരമായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എപ്പോഴും കൃത്യമായിട്ടുള്ള രീതിക്ക് മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് പോവുക. ഇനി ഒരുപാട് മെന്റൽ സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. അവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടും എന്നുള്ള കാര്യം. പലപ്പോഴും പലരും വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കിട്ടാതെ വന്നിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നമുക്ക് മെന്റൽ സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം ഒരു കുഞ്ഞ് നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് വേണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ആ കുഞ്ഞിൽ മാത്രം നമ്മൾ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹാപ്പിനെസ് നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ കുഞ്ഞും കൂടി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് കൂടാനായിട്ട് അത് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ കരിയർ വിട്ടിട്ട് കുഞ്ഞു മതി അങ്ങനെയുള്ള രീതിയിലോട്ട് പോകുന്നുണ്ട്. കരിയർ അതുപോലെ ഈ ഫെർട്ടിലിറ്റി രണ്ടും നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. അപ്പൊ ഒരിക്കലും
കുഞ്ഞ് എന്നുള്ളൊരു വിഷയത്തിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ഇരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ്സിനും നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാത്ര പോകുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആ യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഗട്ടറിൽ കൂടിയുള്ള റോഡിൽ കൂടിയും ഒരുപാട് മണിക്കൂറുകൾ ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കംഫർട്ടബിൾ ഒക്കെ ആയതിനു ശേഷം നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ക്രാവിങ്സ് ഉണ്ടെങ്കിൽ ഒരു തവണയോ 2 തവണയോ കഴിക്കുന്നതുകൊണ്ട് അതൊരിക്കലും നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല. പക്ഷെ ഇതെല്ലാ ആഗ്രഹങ്ങളും സപ്രസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും ആ ലാസ്റ്റ് ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വന്നാൽ നമ്മൾ ഒരുപാട് ടയേർഡ് ആയിപ്പോ ഒരുപാട് സ്ട്രെസ്ഡ് ആയിപ്പോവും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് പീപ്പിളുടെ അടുത്തുനിന്ന് സ്റ്റേ അവേ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആരൊക്കെയാണോ നെഗറ്റിവിറ്റി തരുന്നത്, അത് ചിലപ്പോൾ ഇൻലോസ് ആയിരിക്കും. അവർ ആ പെർട്ടിക്കുലർ ടോപ്പിക് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാറുക. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അവർ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യോഗ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. അതും ഫെർട്ടിലിറ്റി യോഗയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചൊന്ന് റിലാക്സ് ആയിട്ടിരുന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലോ നമ്മൾ റിലാക്സ് ആക്കുന്ന തരത്തിലുള്ള മ്യൂസിക് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക. നിങ്ങൾ നല്ലതുപോലെ റിലാക്സ് ആയിട്ടിരുന്ന ആ പാട്ടിലും നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്സിലും മാത്രം നിങ്ങൾ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ നിങ്ങളുടെ മൈൻഡിലും ഒരുപാട് റിലാക്സ് ആകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കും കേട്ടോ. അങ്ങനെ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഒപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ എൻഗേജ്ഡ് ആക്കാനായിട്ട് നോക്കുക. ഒരുപാട് നേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ട്രെസ് ഉണ്ടാവുകയുള്ളൂ. ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാലോ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്തു കഴിഞ്ഞാലോ പിന്നെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് കഴിവതും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കാതെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും നല്ല സിനിമകൾ കാണുക, ഫീൽ ഗുഡ് മൂവീസ് കാണുക, പാട്ട് കേൾക്കുക. അങ്ങനെ ഏതിലൊക്കെയാണോ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ കഴിവതും ഒഴിവാക്കണം കേട്ടോ. അടുത്ത നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ പല എഫക്റ്റ് കൊണ്ടും പല ആന്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളുടെ സ്ട്രെസ് ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നതിനും ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് റാഗിയിൽ അമിനോ ആസിഡിന്റെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ സ്ട്രെസ് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഫക്ട് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇതും നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും, ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുപോലെ സിട്രസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കിവി, ഓറഞ്ച്, ബെറീസ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ അവോക്കാഡോ കഴിക്കുക, സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുക, അതുപോലെ മുട്ട കഴിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് എങ്ങനെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ LH ഹോർമോണിന്റെയും FSH ഹോർമോണിന്റെയും അതുപോലെ GnRH ഹോർമോണിന്റെ ഒക്കെ പ്രവർത്തനത്തിന് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പ്രഗ്നന്റ് ആവുന്നത്? നമ്മളാവില്ല. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ലൂട്ടിയൽ ഫേസിന്റെ സമയത്താണ് നമ്മൾ ടെൻഷൻ ആകുന്നതെങ്കിൽ ഇതേ എഫക്ട് തന്നെ അവിടെ ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും മറ്റു പല ഹോർമോൺസിന്റെയും പ്രവർത്തനത്തിനെ അത് അഫക്ട് ചെയ്യും കേട്ടോ. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതുപോലെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. 2024 നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ച് പ്രഗ്നൻസി നോക്കിയിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ ആ ടെൻഷൻ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ടിരുന്ന് 2025 നിങ്ങൾ നോക്കുക. എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.